മലയാള സിനിമയിലെ പ്രശസ്തനായ നടൻ ഷൈൻ ടോം ചാക്കോയെ കൊച്ചി സിറ്റി പോലീസ് മയക്കുമരുന്ന് ഉപയോഗത്തിന് പ്രേരണ, തെളിവുകൾ നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്തു. ഇത് 2015-ലെ ഒരു മയക്കുമരുന്ന് കേസിൽ നിന്ന് അദ്ദേഹത്തെ വെറുതെ വിട്ടതിന് പിന്നാലെയാണ് സംഭവിച്ചത്. കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ നടത്തിയ മയക്കുമരുന്ന് റെയ്ഡിനിടെ ഷൈൻ ടോം ചാക്കോ ഹോട്ടൽ മുറിയിൽ നിന്ന് ഓടിപ്പോയതായി പോലീസ് പറയുന്നു. പിന്നീട് 4 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹത്തെ NDPS ആക്ടിന്റെ സെക്ഷൻ 27, 29 പ്രകാരം അറസ്റ്റ് ചെയ്തു. അറസ്റ്റിന് ശേഷം ഷൈൻ ടോം ചാക്കോയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കി പിന്നീട് ജാമ്യത്തിൽ വിട്ടു. ഇപ്പോൾ പോലീസ് അദ്ദേഹത്തിന്റെ മയക്കുമരുന്ന് ബന്ധങ്ങൾ അന്വേഷിക്കുന്നതിനിടെ അദ്ദേഹം FIR റദ്ദാക്കാൻ കോടതിയെ സമീപിക്കാൻ പദ്ധതിയിടുന്നു. 2015-ൽ ഷൈൻ ടോം ചാക്കോയും മറ്റ് 6 പേരും കൊക്കെയിൻ കൈവശം വച്ച കേസിൽ അറസ്റ്റിലായിരുന്നെങ്കിലും രക്തപരിശോധനയിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്താനായില്ല എന്നതും പോലീസ് നടപടികളിലെ പിഴവുകളും കാരണം 2025 ഏപ്രിലിൽ കോടതി എല്ലാവരെയും വെറുതെ വിട്ടു. ഇന്ത്യയിൽ NDPS ആക്ട് പ്രകാരം മയക്കുമരുന്ന് ഉപയോഗം, കൈവശം വയ്ക്കൽ, വിതരണം, കോൺസ്പിറസി എന്നിവയ്ക്ക് കർശനമായ ശിക്ഷകളുണ്ട്. സിനിമാ മേഖലയിലെ പ്രശസ്തരായ വ്യക്തികൾക്ക് ഇത് വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങൾക്കും നിയമപരമായ പ്രതിസന്ധികൾക്കും കാരണമാകുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ലഭിക്കാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ഷെയർ ചെയ്യണേ. താങ്ക് യു.